ശ്രീ എം.എ. ബേബി, ഒരുപക്ഷെ സംഗീത ലോകത്തിന് വലിയ നഷ്ടം. എങ്ങനെയായിരുന്നു താങ്കളുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം? താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു? ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനിടയ്ക്കാണ് ചില ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരികൾ കേൾക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ഒരു 44 വർഷം മുമ്പാണ്. വളരെ യുവാവായിരിക്കുന്ന 30കളിൽ 32 33 വയസ്സ് സക്കീർ ഹുസൈനുള്ള സമയത്താണ് ഡൽഹിയിലെ കമാനി ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രകടനം കാണുന്നത്. ഹരിപ്രസാദ് ചൗരസിയും ശിവകുമാർ ശർമ്മയും ചേർന്നിട്ടുള്ള പുല്ലാങ്കുഴലിലും സിന്ദൂരിലുമുള്ള ഒരു ജുഗൽബന്ദിക്കായിരുന്നു സാക്കിർ ഭായി, യുവാവായ സാക്കിർ ഭായി തബല വായിക്കുന്ന ആദ്യക്കാരൻ. അപ്പം കഴുത്തറ്റം വരെ നീണ്ടു കിടക്കുന്ന മുടിയെല്ലാം ഇളക്കി അദ്ദേഹത്തിന്റെ സവിശേഷമായ ചില ചേഷ്ടകൾ അത് കാണികളെ വളരെ കൂടുതൽ ആകർഷിക്കുമായിരുന്നു. അപ്പോ അതുല്യനായ തബല മാന്ത്രികൻ എന്നതിന് പുറമെ അദ്ദേഹത്തിന് വലിയൊരു ഷോമാൻഷിപ്പ് ഉണ്ടായിരുന്നു. ആസ്വാദകരെ തന്നിലേക്ക് കാന്തശക്തിയാൽ എന്ന വണ്ണം ആകർഷിക്കാനുള്ള ചില പൊടിക്കൈകളും അദ്ദേഹം പ്രയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ തബല രംഗത്തെ ഏറ്റവും സമുന്നതനായ അല്ലാ രഖ ഖാനാണ്. കിഷൻ മഹാരാജ്, സമതാ പ്രസാദ് പോലെയുള്ള കഴിഞ്ഞ തലമുറയിലെ ഏറ്റവും ഉന്നതനായ തബലാവാദകരിൽ ഒരാളായ അല്ലാ രഖ ഖാന്റെ മകൻ എന്ന നിലയിൽ കുട്ടിക്കാലം മുതൽ താളത്തിന്റെ അകവും പുറവും എല്ലാം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത, പരീക്ഷണങ്ങളിൽ ഏർപ്പെടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പാശ്ചാത്യ സംഗീതജ്ഞരുമായിട്ട് ജോർജ് ഹാരിസന്റെ ഒപ്പവും ഒക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. പിന്നെ കർണാടക സംഗീതത്തിലെ അതുല്യനായ മൃദംഗവാദകൻ ഉമയാൾപുരം ശിവരാമൻജിയുമായിട്ട് അദ്ദേഹം ജുഗൽബന്ദി ചെയ്തിട്ടുണ്ട്. നൃത്തത്തിന് അദ്ദേഹം ബിർജു മഹാരാജ് എന്ന കഥക്കിന്റെ മാന്ത്രികൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പ്രതിഭ. അദ്ദേഹത്തിന് അതിൽ ഈ സവാൽ ജവാബൊക്കെ ഉണ്ട്, ചോദ്യോത്തരങ്ങളുണ്ട്. കാലുകൊണ്ട് കഥക്ക് നൃത്തം ചെയ്യുന്നയാൾ താളമിടും, അപ്പൊ തബല കൊണ്ട് അതിന് മറുപടി പറയും. അപ്പം വളരെ വൈവിധ്യപൂർണങ്ങളായ കലാവിഷ്കാരങ്ങൾക്ക് അദ്ദേഹം തയ്യാറായിരുന്നു. പിന്നെ ഡൽഹിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട നാടക പ്രവർത്തകൻ സഫ്ദർ ഹാഷ്മി, ആ സഫ്ദർ ഹാഷ്മിയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കപ്പെട്ട സഹമത്ത് സഫ്ദർ ഹാഷ്മി മെമ്മോറിയൽ ട്രസ്റ്റ്, അതിന്റെ പരിപാടികളിൽ സാക്കിർ ഹുസൈൻ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സാമൂഹ്യ പ്രതിബദ്ധതയും ഉണ്ടായിരുന്നു. അപ്പൊ അതുല്യനായ ഒരു കലാകാരൻ മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരുന്ന ഒരു മഹാനായ മനുഷ്യൻ കൂടിയായിരുന്നു ഹുസൈൻ. അദ്ദേഹത്തിന്റെ ഒരുപാട് വലിയ നഷ്ടമാണ്. 73 വയസ്സേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ വാപ്പ 81 വയസ്സ് വരെ ജീവിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സഹോദരനും സഹോദരിയും ഒക്കെ മുമ്പേ മരണമടഞ്ഞിട്ടുണ്ട്. അപ്പം മരണം ശല്യപ്പെടുത്തുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നത്. എന്തായാലും സംഗീതം നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിന് പ്രണാമം. ശ്രീ എം.എ. ബേബി, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് താങ്കളൊരു മാനസികമായി അത്രയും നല്ലൊരു അടുപ്പം അദ്ദേഹവുമായി ഉണ്ടാക്കിയെടുത്തിരുന്നു അല്ലേ? ഒരു ഏറ്റവും മികച്ച, ഏറ്റവും നിഷ്കളങ്കമായ ഒരു സൗഹൃദം നിലനിർത്തിയിരുന്നു അല്ലേ? അദ്ദേഹം ഡൽഹിയിൽ സുർലയുടെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മാനവീയം, അദ്ദേഹത്തിന്റെ വാപ്പ അല്ലാ രഖ ഖാൻ മാനവീയത്തിന് തുടക്കത്തിൽ തന്നെ വന്നു. അതിനുശേഷം പിന്നീടും അദ്ദേഹത്തിന്റെ സഹോദരൻ ഫൈസൽ ഖുറേഷി, അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പ്രയാസം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ഫൈസൽ ഖുറേഷിയെ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം തന്നെ അയക്കുമായിരുന്നു. അപ്പം വ്യക്തിപരമായി അദ്ദേഹം വളരെ ഉന്നതനായ ഒരു സംഗീത പദവിയിലിരുന്നയാളാണെങ്കിലും എല്ലാവരോടും നല്ല നിലയിൽ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് സക്കീർ ഭായി. ശരി, നന്ദിയുണ്ട് ശ്രീ എം.എ. ബേബി ഇപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ചതിന്.